അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയങ്കരരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശാലിയാത്തിയുടെ ആദർശലോകമെന്ന സുപ്രധാന വിഷയസംബന്ധിയായി ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. മഹാനായ അബുസ്സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തിയെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ബറക്കത്തും ഷഫാഅത്തും നേടുക വഴി രണ്ടു ലോകത്തും വിജയിക്കാനും അള്ളാഹു ഈ സംഘാടനം നമുക്ക് നിമിത്തമാക്കി തരട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നിരന്തരം അനുസ്മരിക്കപ്പെടാനും അനുധാവനം ചെയ്യപ്പെടാനും മാത്രം മഹത്വമുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നോ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാമ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി? തീർച്ചയായും അരനൂറ്റാണ്ടല്ല, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും അനുസ്മരിക്കാൻ മാത്രം മഹത്വമുള്ള മഹാമനീഷി തന്നെയാണ് ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. 67 വർഷം മുൻപ് കോഴിക്കോടിനടുത്ത ചാലിയത്ത് ജനിക്കുകയും 72 വർഷക്കാലം ഐതിഹാസിക ജീവിതം നയിക്കുകയും ലോകോത്തര പണ്ഡിതനായി അറിയപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൻ്റെ മഹാഗുരുവായിരുന്നു മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ, ബഹറുൽ ഉലൂമി വൽ ഫുനൂൻ, ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ല. ചരിത്രത്തിൻ്റെ ഇതിഹാസവും വല്ലപ്പോഴുമൊരിക്കൽ ഭൂമിയിൽ സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസവുമാണ് അല്ലാമ ശാലിയാത്തി റളിയല്ലാഹു അൻഹു. തൻ്റെ 68ാം ഉറൂസിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതും ആ മഹാനുഭാവൻ്റെ ആദർശ ലോകം പഠന വിധേയമാക്കുന്നതും എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അല്ലാമ ശാലിയാത്തി റളിയല്ലാഹു അൻഹു ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരനാണെങ്കിലും കർമ്മമണ്ഡലം അധികവും കേരളത്തിന് പുറത്തായിരുന്നു. തെന്നിന്ത്യയിലെ മുഫ്തിയായും മുദരിസായും ആത്മീയ നേതൃത്വമായും ദീർഘകാലം അദ്ദേഹം സേവന നിരതനായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായി മാറി അദ്ദേഹം. ആഴം കാണാത്ത വിജ്ഞാന സാഗരം എന്നാണ് സമകാലിക പണ്ഡിതന്മാർ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സമുദ്ര സമാന വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന വിശ്വവിഖ്യാത പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജീവിക്കേണ്ടയാളാണ് ശാലിയാത്തി എന്ന് മഹാനായ താജുൽ ഉലമ അബ്ദുറഹ്മാനുൽ ബുഖാരി റഹിമഹുല്ല അനുസ്മരിച്ചത് ഞാനിവിടെ ഓർക്കുകയാണ്. അതിഗഹനമായ 41 വിജ്ഞാന ശാഖകളിൽ അവഗാഹം നേടിയിരുന്നു അദ്ദേഹം. അപൂർവ ജ്ഞാനങ്ങളുടെ കലവറയുമായിരുന്നു. ശാലിയാത്തിയുടെ കണ്ണെത്താത്ത ഗ്രന്ഥങ്ങളില്ല, തൻ്റെ ശ്രദ്ധ പതിയാത്ത വിഷയങ്ങളുമില്ല. അതിശയിപ്പിക്കുന്ന ബുദ്ധിശക്തി കൊണ്ടും ത്യാഗമനോഭാവം കൊണ്ടും 9 പ്രധാനപ്പെട്ട ഭാഷകൾ അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്യുമായിരുന്നു. 4 മദ്ഹബിലും മതവിധി നൽകാൻ, ഫത്വ കൊടുക്കാൻ കഴിവുള്ള മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. വരികൾക്കും വിവരണങ്ങൾക്കുമപ്പുറം ഏതു സങ്കീർണമായ പ്രശ്നങ്ങൾക്കും അനായാസം നിവാരണം കണ്ടെത്താൻ എളുപ്പം അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. വിശ്വാസശാസ്ത്രം, കർമ്മശാസ്ത്രം, തർക്കശാസ്ത്രം, ഗോളശാസ്ത്രം, ആധ്യാത്മശാസ്ത്രം തുടങ്ങി
സർവ്വ വിഷയങ്ങളിലും സൂക്ഷ്മജ്ഞാനം നേടാൻ ഭാഗ്യം ലഭിച്ച അത്യപൂർവ പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. ഏതു സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അത് സംബന്ധമായി സമഗ്ര പഠനം നടത്തി ആ വിഷയത്തിലൊരു ഗ്രന്ഥരചന നടത്തുമായിരുന്നു അദ്ദേഹം. അങ്ങനെ ധാരാളം റിസാലകളും ഖസീദകളും രചനകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബുസ്സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തിയുടെ ആദർശനിഷ്ഠയും ആർജവമുള്ള നിലപാടും കേരളീയ സമൂഹത്തിന് എന്നും മാതൃകയായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശ അടിത്തറയിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകുമായിരുന്നില്ല അദ്ദേഹം. ആദർശവിരുദ്ധമായി ആരിൽ നിന്ന് എന്തു കണ്ടാലും ആരോഗ്യകരമായി തിരുത്താനും ശരിയായ ആശയത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കും. അല്ലാത്ത പക്ഷം അവരോട് ബന്ധവിച്ഛേദനം നടത്തുകയും ചെയ്യും. തൻ്റെ കണിശമായ നിലപാടിൽ എന്തു സംഭവിക്കുമെന്ന ആശങ്കയോ ആകുലതയോ ഒരിക്കലും അദ്ദേഹത്തിനുണ്ടാകുമായിരുന്നില്ല. കേരളീയ പണ്ഡിതന്മാരുടെ മുന്നിൽ വരുന്ന സങ്കീർണമായ പല വിഷയങ്ങൾക്കും അവർ തീർപ്പ് കൽപ്പിച്ചിരുന്നത് പ്രസ്തുത വിഷയത്തിൽ ശാലിയാത്തി എന്തു പറയുന്നു എന്നുകൂടി നോക്കിയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയരൂപീകരണത്തിലും ആദർശ ദൃഢീകരണത്തിലും വളരെ വലിയ പങ്ക് വഹിച്ച മഹാനായിരുന്നു അല്ലാമ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. 1926 സമസ്ത രൂപീകരിക്കുന്നതിന് മുന്നോടിയായി നടന്ന പ്രചാരണ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1925 ഒക്ടോബർ 16 ചാലിയത്ത് വെച്ച് നടന്ന സമ്മേളനം. അതിൽ അധ്യക്ഷനായിരുന്നത് അല്ലാമ ശാലിയാത്തിയായിരുന്നു. സമസ്തയുടെ രൂപീകരണം മുതൽ അതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവും നേതാവുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ബിദഈ വൈറസുകളിൽ നിന്ന് കേരളീയ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ശാലിയാത്തിയുടെ പ്രതിരോധ രംഗത്തുള്ള ആത്മാർത്ഥമായ സേവനം ആർക്കാണ് മറക്കാൻ കഴിയുക? അത്രമേൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ തൻ്റെ പ്രസ്താവനകൾക്കും അനുഗ്രഹീത രചനകൾക്കും സാധിക്കുമായിരുന്നു. വഹാബി മൗദൂദി തൗഹീദുകളുടെ നിരർത്ഥകത തുറന്നു കാണിക്കുന്ന ക്ലാസുകളും പ്രഭാഷണങ്ങളും ധാരാളം അദ്ദേഹം സംഘടിപ്പിച്ചു. വടക്കേ ഇന്ത്യയിൽ നിന്ന് നവീനാശയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഇസ്മായിൽ ദഹ്ലവിയുടെ പുത്തനാശയങ്ങൾ തരിപ്പണമാക്കി ആഗോളതലത്തിൽ അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ബിദഈ പ്രസ്ഥാനക്കാരുടെ കണ്ട കോടാലിയായി തീരുകയും ചെയ്തു അദ്ദേഹം. നജ്ദിയൻ തൗഹീദിൻ്റെ വിഷപ്പുക കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസ തടസ്സം സൃഷ്ടിച്ചപ്പോൾ കൃത്യമായ തീരുമാനമെടുക്കാൻ നെഞ്ചുറപ്പ് കാണിക്കുകയും നവീനാശയക്കാർക്കെതിരെ ബന്ധവിച്ഛേദനത്തിനുള്ള പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ശരിപ്പെടുത്തുകയും ചെയ്തത് മഹാനായ ശാലിയാത്തിയായിരുന്നു എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. 1931 മാർച്ചിൽ സമസ്തയുടെ 5ാം സമ്മേളനം വെള്ളിയാഞ്ചേരിയിൽ നടന്നത് നാം ഓർക്കുന്നുണ്ടാകും. മർഹൂം അബുസ്സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു മഹാനുഭാവൻ്റെ അധ്യക്ഷതയിൽ ഫറൂഖിൽ ചേർന്ന 6ാം സമ്മേളനം സമസ്തയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. വഹാബികളുടെ നട്ടെല്ലൊടിച്ച സമ്മേളന പ്രമേയങ്ങൾ ഇന്നും ചൂടുള്ള ചർച്ചയാണ്. 1933 പ്രസ്തുത സമ്മേളനം മുടക്കാനുള്ള കുതന്ത്രം പരാജയപ്പെട്ട ദുരനുഭവവും വഹാബികൾക്കുണ്ടായി. ഞാൻ ഈ വായിച്ച ഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രശസ്തമായ 60ാം വാർഷിക സമ്മേളനത്തിൻ്റെ സുവനീറാണ്. ആ സുവനീറിൻ്റെ 28ാം പേജാണ് നിങ്ങൾ കേട്ടത്. 1985 പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ അദ്ദേഹത്തിൻ്റെ സ്മരണികയുടെ 111, 112 പേജുകളിലും
അദ്ദേഹത്തിൻ്റെ സ്മരണികയുടെ 111, 112 പേജുകളും വളരെ പ്രധാനപ്പെട്ട ചില ഭാഗം ശാലിയാത്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കേരളത്തിലെ ബിദഈ പ്രസ്ഥാനം ഇന്നും കടുത്ത ശത്രുത പുലർത്തുന്നത് ശാലിയാത്തിയോടാണ്. ബറേൽവിയുടെ ആദർശ തീവ്രത കേരളത്തിലേക്കു പകർത്തിയെന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റമത്രേ. കേരളത്തിലെ പണ്ഡിതന്മാർക്ക് അഗാധ വിജ്ഞാനമില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവർ അതേ ശ്വാസത്തിൽ ആ കുറ്റം വിഴുങ്ങേണ്ടി വരുന്നത് ശാലിയാത്തിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ഇന്നും ശാലിയാത്തി അവർക്ക് നിൽക്കക്കള്ളി നൽകാതെ അവരുടെ ചിന്തകളിൽ ഒരു കല്ലുകടിയായി തന്നെ നിൽക്കുകയാണ്. 4 മദ്ഹബുകളിലും ഫത്വക്ക് പ്രാപ്തനായിരുന്നു അദ്ദേഹം. ബഹുഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമൊക്കെയായിരുന്നു. അസ്ഹർ എന്ന തൂലികാ നാമത്തിൽ കവിതകളും അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. ശാലിയത്തെ അസ്ഹരിയ ഗ്രന്ഥാലയം ശാലിയാത്തിയുടെ പ്രതിഭാത്വത്തിൻ്റെ മായ്ക്കാനാവാത്ത അടയാളമായി ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇസ്മായിൽ ദഹ്ലവി, ഖാസിം നാനൂത്തവി, അഷ്റഫ് അലി ത്വാനവി, റഷീദ് അഹമ്മദ് ഗംഗോയി തുടങ്ങിയവരുടെ നവീനവാദം സമാഹാരമായ തബ്ലീഗ് ജമാഅത്തിന് കേരളത്തിൽ പിടിവള്ളിയില്ലാതെയാക്കിയതിൽ പ്രധാന പങ്ക് ശാലിയാത്തിക്കാണെന്ന് ഈ സ്മരണിക വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനിയുമുണ്ട് ശാലിയാത്തിയെക്കുറിച്ച് ധാരാളം പ്രസ്താവനകൾ. മഹാനായ മർഹൂം എം.എ. ഉസ്താദ് സംയുക്ത കൃതികളുടെ 1642 മുതൽ 646 വരെയുള്ള പേജുകളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാമിനെ വികലമാക്കുന്ന നവീനാശയക്കാരോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് പുത്തനാശയക്കാരോട് അനുഭാവം കാണിക്കുന്നവരോടും പെരുമാറേണ്ടതെന്നാണ് ശാലിയാത്തിയുടെ അഭിപ്രായം. തബ്ലീഗ് ജമാഅത്ത് എന്ന കബളിപ്പിക്കൽ പ്രസ്ഥാനം കേരളത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ തനിനിറം തുറന്നുകാട്ടി ആദ്യം രംഗത്ത് വന്നവരിൽ മഹാനായ ശാലിയാത്തിയും ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമെന്ന് പറഞ്ഞ് തബ്ലീഗ് നേതാക്കൾ പ്രചരിപ്പിച്ച തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം വിഷലിപ്തമാണെന്ന് സധൈര്യം വിധി പുറപ്പെടുവിക്കുകയും അത് തഖ്വിയത്തുൽ ഈമാനിനെ ചുട്ടുകരിക്കുന്ന ഗ്രന്ഥമാണെന്ന് കേരളീയ ജനതയോട് വിളിച്ചു പറയുകയും ചെയ്ത മഹാനാണ് ശാലിയാത്തി റഹിമഹുല്ല. ലാ തഗ്തറ ബിസ്മി ഹാദൽ കിതാബ് തഖ്വിയത്തുൽ ഈമാൻ ബൽ തഖ്വിയത്തുൽ ഈമാൻ എന്ന് അദ്ദേഹം കൃത്യമായി തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതോടുകൂടി തബ്ലീഗുകാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. തബ്ലീഗിൽ അകപ്പെട്ടു പോയ സാധാരണക്കാർ തബ്ലീഗിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു. സുന്നി ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചതിൻ്റെ പേരിൽ സ്വന്തം ചോരയിൽ പിറന്ന മകനെ കൈയൊഴിയാൻ മടി കാണിച്ചിരുന്നില്ല മഹാനായ ശാലിയാത്തി. ബിദഈകളോടുള്ള അഹ്ലുസുന്നയുടെ നിലപാടിൽ ഉറച്ചുനിന്ന് സ്വന്തം പുത്രനെതിരെ ബന്ധവിച്ഛേദം, അതായത് തർക്കുൽ മുവാലാത്ത് അദ്ദേഹം കൃത്യമായി നടപ്പാക്കി. പിഴച്ച ആദർശത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം എൻ്റെ വീട്ടിൽ കയറരുതെന്നും താനുമായി ഒരിക്കലും ബന്ധപ്പെടരുതെന്നും കർശനമായ താക്കീത് നൽകിയ അദ്ദേഹം തൻ്റെ സമ്പത്ത് മകന് തടഞ്ഞുവെച്ചു. ഹറംതു മാലി അലാ ഔലാദി വഖഫ്തു ലില്ലാഹി മാലി, എൻ്റെ സമ്പത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ നിഷിദ്ധമാക്കി, ഞാനത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. രോഗശയ്യയിൽ പോലും തൻ്റെ ബിദഈയായ മകന് മുഖം കാണിച്ചു കൊടുക്കരുതെന്ന് അദ്ദേഹം ബന്ധുക്കളോട് വിലക്കുകയും മരണാസന്നനായി കിടക്കുന്ന സമയത്ത് കാണാൻ വന്ന മകന് മുഖം കാണിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തത് ശാലിയാത്തിയുടെ ആദർശ ധീരതയുടെ ജ്വലിക്കുന്ന ഉദാഹരണമായിരുന്നു. അദ്ദേഹം സത്യമാണെന്നുറച്ചു വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശ കാര്യങ്ങളിൽ ആരുമായും കോംപ്രമൈസിന് ഒരിക്കലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണമെന്നു തന്നെയാണ്.
ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുകയോ കോപിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. മറ്റാരെ നാം സ്നേഹിക്കുന്നതും മറ്റാരോട് വെറുപ്പ് കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാകണം. ഈമാനിന് തുരങ്കം വെക്കുന്ന വികല വിശ്വാസ വീക്ഷണങ്ങളെ വിപാടനം ചെയ്യാൻ അവരുമായി സാമൂഹിക അകലം പാലിക്കണമെന്നാണ് അഹ്ലുസുന്നയുടെ നിലപാട്. അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് മഹാനായ അബു സഅദാത്ത് അഹ്മദ് കോയ ഷാലിയാത്തിയുടെയും കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് തർക്കുൽ മുവാലാത്ത് വിഷയത്തിൽ ഇമാം ഷാലിയാത്തിയുടെ ഫത്വ സമ്പൂർണമാണെന്ന്, അതെക്കാലത്തും പ്രായോഗികമാണെന്ന്, അത് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമമാണെന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം മൗലിദോദിയതിൻ്റെ പേരിൽ, തവസ്സുൽ ഇസ്തിഗാസ നടത്തുന്നതിൻ്റെ പേരിൽ, ഔലിയാഇൻ്റെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ പേരിൽ സുന്നികളെ മുശ്രിക്കായി ചിത്രീകരിക്കുന്ന വഹാബി, മൗദൂദി, തബ്ലീഗ് തുടങ്ങിയ മതപരിഷ്കരണവാദികൾക്കെതിരിൽ മനോഹരമായ രചനകളും കവിതകളും അദ്ദേഹം രചിച്ചത് വളരെ പ്രശസ്തമാണ്. ബിദഈകളെ പ്രതിരോധിക്കുന്നതിനും അഹ്ലുസുന്നയുടെ ആദർശം സംരക്ഷിക്കുന്നതിനും രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതമായ ആദർശവും അതിൻ്റെ നിലപാടുകളും പവിത്രമായ സമസ്തയുടെ പതാകയും സ്ഥാപിക്കുന്നതിലും പടുത്തുയർത്തുന്നതിലും നിലനിർത്തുന്നതിലും മഹാനായ അല്ലാമ ഷാലിയാത്തിക്ക് അതുല്യമായ പങ്കാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന് തുല്യതയില്ലാത്ത പങ്കുണ്ടായിരുന്നു. സമസ്ത രൂപീകരണ യോഗത്തിലെ 10ാമത്തെ മെമ്പറായി ഒപ്പുവെച്ചത് മഹാനായ ഷാലിയാത്തിയായിരുന്നു. ആഗോള പ്രശസ്ത പണ്ഡിതൻ അയല ഹസ്രത്ത് അഹ്മദ് റളാ ഖാൻ ബറേൽവി മഹാനുഭാവൻ്റെ ശിഷ്യത്വവും നിർദ്ദേശവും സമസ്തയുടെ പതാക സംവിധാനിക്കുന്നതിൽ ഉണ്ടായിരുന്നു. സമസ്തയുടെ അർദ്ധനക്ഷത്ര കുബ്ബാങ്കിത പതാക ഇന്നും നമ്മുടെ കയ്യിൽ ഭദ്രമായി നിലനിൽക്കുന്നുവെന്നത് ചരിത്രവും യാഥാർത്ഥ്യവുമാണ്. ആദർശരംഗത്തു മാത്രമല്ല, ആത്മീയ രംഗത്തും അദ്ദേഹത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. നിരവധി ത്വരീഖത്തുകളും ഇജാസത്തുകളും ഖിലാഫത്തുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖിർഖകളും റിയാദകളും അസീമകളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ത്വരീഖത്തിൻ്റെ 100ഓളം സനദുകൾ മഹാനവർകൾക്കുണ്ടായിരുന്നുവെന്ന് ചില പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഖാദിരി, നഖ്ശബന്ദി ത്വരീഖത്തുകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു ചില സംസ്ഥാനങ്ങളിലും അനവധി മുരീദുമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാനായ ഷാലിയാത്തിയുടെ അത്യഗാധമായ പാണ്ഡിത്യവും സർവസ്വീകാര്യതയും ശരിക്കും ബോധ്യപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥാലയം കുതുബ്ഖാന. ദാറുൽ ഇഫ്താഉൽ അസ്ഹരിയ്യ എന്ന പേരിൽ പ്രസിദ്ധമായ ചാലിയത്തെ ഗ്രന്ഥശേഖരത്തിൽ അറബി ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം സമാഹരിച്ചത് വിവിധ ഭാഷകളിലും വിഷയങ്ങളിലുമുള്ള ധാരാളം ഗ്രന്ഥങ്ങളാണ്. 4 മദ്ഹബിൻ്റെയും പ്രധാനപ്പെട്ട കിതാബുകൾ വിവിധ ഭാഷകളിലും ശൈലികളിലും ധാരാളം ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ മക്തബിലുണ്ടായിരുന്നു. ഹിബ്രു ഭാഷയിലുള്ള തൗറാത്തിൻ്റെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരുന്നു അവിടെ. വികൃതമാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇഞ്ചീലിൻ്റെ സാക്ഷാൽ കോപ്പി ഉണ്ടായിരുന്നു ചാലിയത്തെ കുത്തുബ്ഖാനയിൽ. തെറ്റുതീർത്ത രാമായണത്തിൻ്റെ 2 കോപ്പികൾ നിങ്ങൾക്കവിടെ പോയാൽ ഇന്നും കാണാൻ കഴിയും. പേർഷ്യൻ ഭാഷയിലെ നിരവധി ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ അമൂല്യമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാനും അത് മനോഹരമായി സംരക്ഷിക്കാനും കൃത്യമായ മാർഗരേഖ തയ്യാറാക്കി അത് വളരെ മനോഹരമായി സൂക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിജ്ഞാന കുതുകികളായ പണ്ഡിതന്മാർ
ചാലിയത്തെ സമ്പന്നമായ കുത്തുബ്ഖാനയിൽ ഗ്രന്ഥപാരായണത്തിനും സംശയ നിവാരണത്തിനും ധാരാളമായി വരാറുണ്ട്. അങ്ങനെ വരുന്നവർക്ക് താമസിച്ചു പഠനം നടത്താനുള്ള സംവിധാനവും അദ്ദേഹം തന്നെ അവിടെ ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വിനീതനും പലതവണ അവിടം സന്ദർശിക്കുകയും കിതാബ് മുത്വാലഅത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കിതാബുകളുടെ ലഭ്യത വളരെ കുറഞ്ഞ അക്കാലത്ത് 10-15 തടിച്ച അലമാരകളിൽ ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഗ്രന്ഥശേഖരം ശാസ്ത്രീയമായി സംവിധാനിക്കുന്നത് ഇന്നും അതിശയോക്തിയുള്ള കാര്യം തന്നെയാണ്. പൊതു സ്വഭാവത്തിൽ മർക്കസ് പോലുള്ള ആഗോള പ്രശസ്തമായ ദീനീ സ്ഥാപനത്തിലല്ലാതെ സ്വന്തം റിസ്കിൽ ഇത്രയും വിപുലമായ ഒരു ലൈബ്രറി സംവിധാനം കേരളത്തിലെവിടെയും ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല. 1302 ജമാദുൽ ഉഖ്റ 22-ന് കോഴിക്കോട്ടാണ് മഹാനുഭാവൻ്റെ ജനനം. ഉസ്താദുൽ ആരിഫീൻ അൽ അല്ലാമ ഇമാമുദ്ദീൻ അലിയു ഷാലിയാത്തി എന്നവരാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അക്കാലത്തെ പ്രശസ്ത പണ്ഡിതനും സൂക്ഷ്മജ്ഞാനിയുമായിരുന്നു അദ്ദേഹം. പൗരാണികമായ യമനി കുടുംബ പാരമ്പര്യമുള്ളവരാണവർ. ശരീഅത്തിലെയും ത്വരീഖത്തിലെയും പ്രധാനപ്പെട്ട ഗുരു തൻ്റെ പിതാവ് തന്നെയായിരുന്നു. പ്രത്യേകമായ സിലബസ് അടിസ്ഥാനത്തിലായിരുന്നു ഔദ്യോഗിക പഠനമൊക്കെ അന്ന് നടന്നിരുന്നത്. 21 വയസ്സാകുമ്പോഴേക്കും പിതാവിൽ നിന്നു തന്നെ തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലെല്ലാം അഗാധ പാണ്ഡിത്യം അദ്ദേഹം നേടിയിരുന്നു. പിന്നീട് കേരളത്തിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനായിരുന്ന ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന് നന്നായി പഠിച്ചു. അധ്യാപന രംഗത്ത് കാലികമായ രീതികൾ ആവിഷ്കരിച്ച് മൗലികമായതൊന്നും വിട്ടുപോകാത്ത വിധത്തിൽ ദർസ് ചെയ്യുന്ന മഹാപണ്ഡിതനായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. പിന്നീട് വിജ്ഞാനത്തിൻ്റെ നിറകുടവും ആത്മീയ നേതൃത്വവും സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെയായിരുന്ന നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവര്യർ. സ്വഹീഹായ ഹദീസുകളുടെ സമാഹാരം സിഹാഹുസിത്ത ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ മനഃപ്പാടമാക്കിയ മഹാത്മാവാണ് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ. പിന്നീട് ഉപരിപഠനാർത്ഥം വെല്ലൂർ ലത്തീഫിയയിൽ 3 വർഷം പഠിച്ചു. നിളാമിയ സിലബസ് പൂർത്തിയാക്കി. ലത്തീഫിയയിലെ പഠന സമയത്തു തന്നെ അദ്ദേഹം അവിടുത്തെ ഫത്വ ബോർഡ് അംഗമായിരുന്നുവെന്ന് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടത് പലരും ഇപ്പോഴും അനുസ്മരിക്കുന്നു. തൻ്റെ വിജ്ഞാനതൃഷ്ണയും ബുദ്ധിവൈഭവവും കാരണം പ്രശസ്തനാവുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ നിയുക്തനാവുകയും ചെയ്തിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. പഠനകാലത്തു തന്നെ കുട്ടികൾക്കും ഉസ്താദുമാർക്കുമിടയിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുകയും മിടുമിടുക്കനായി അറിയപ്പെടുകയും ചെയ്തു. വെല്ലൂർ ലത്തീഫിയ കോളേജിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം തിരുനെൽവേലി, അതിനാപട്ടണം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം ദീർഘകാലം ദർസ് നടത്തുകയും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഉജ്ജ്വലമായി നേതൃത്വം നൽകുകയും ചെയ്തു. തൻ്റെ പഠന പര്യടന യാത്രാവേളയിൽ വിജ്ഞാനത്തിൻ്റെ സമുദ്രമായിരുന്ന അയല ഹസ്രത്ത് ഇമാമു അഹ്ലിസുന്ന അഹ്മദ് റളാ ഖാൻ അൽ ബറേൽവി മഹാനുഭാവനുമായി അടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പഠിക്കുകയും ചെയ്തു. ഹനഫി മദ്ഹബും ഹദീസിൻ്റെ മുഴുവൻ വിപുലമായ പഠനങ്ങളും ഒട്ടേറെ വിഷയങ്ങളിൽ അഗാധജ്ഞാനം നേടിയെടുക്കുകയും ചെയ്തു. അദ്ദേഹം അഹ്ലുസുന്നയുടെ ദാർശനികവും ധൈഷണികവുമായ അടിത്തറ ശക്തമായി പഠിക്കുകയും സംശയരഹിതമായി ഉറപ്പിക്കുകയും ചെയ്തത് അവിടെ വെച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത രചനകളിൽപ്പെട്ട ഫതാവൽ അസ്ഹരിയ,
വിശ്വാസ സംബന്ധിയായ ഫതാവ ദീനിയ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഏറെ ശ്രദ്ധേയവും കഴിയുമെങ്കിൽ നാം ഓരോരുത്തരും സ്വന്തമാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. ധാരാളം വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭമായ രചനകൾ മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ ആദർശം അരക്കിട്ടുറപ്പിക്കുന്നതും ബിദഈ ആശയം അനിസ്ലാമികമാണെന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുന്നതും അത് തെളിയിക്കുന്നതുമായ നിരവധി ഗ്രന്ഥങ്ങൾ തൻ്റെ രചനകളിലായി നമുക്ക് കാണാൻ കഴിയും. ചാലിയത്തു നിന്നുള്ള ആദ്യ വിവാഹത്തിലെ പത്നി രോഗം ബാധിച്ചു നിര്യാതയായതിനെ തുടർന്ന് പിതൃവ്യൻ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരുടെ പുത്രി ഫാത്തിമയുമായുള്ള വിവാഹത്തിൽ മഹ്മൂദ്, അബ്ദുൽ ഖാദിർ എന്നീ പുത്രന്മാർ അദ്ദേഹത്തിന് ജനിച്ചു. അതിനുശേഷം നാദാപുരത്ത് മേനക്കോത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പൗത്രി മറിയം എന്നവരെ വിവാഹം കഴിച്ചെങ്കിലും അവരിൽ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഹിജ്റ വർഷം 1374 മുഹറം 27 മഹാനായ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു ഇഹലോകവാസം വെടിയുന്നത്. അദ്ദേഹം നിർമ്മിച്ച മസ്ജിദിൻ്റെയും കുത്തുബ് ഖാനയുടെയും പിൻവശത്ത് പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനായ അഹ്മദ് കോയ ഷാലിയാത്തിയുടെ കൂടെ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സമുദ്ര സമാനമായ വിജ്ഞാനത്തിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് അല്പമെങ്കിലും ആവാഹിച്ചെടുക്കാനും അതുവഴി പ്രശോഭിതമായ ഒരു ജീവിതം നയിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലധികമൊന്നും സാധാരണക്കാർക്കിടയിൽ അറിയപ്പെടാതെ പോയ ശിഹാബുദ്ദീൻ, ഖാത്തിമുൽ മുഹഖിഖീൻ, മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തിയെ സാധാരണക്കാരിലേക്കും പണ്ഡിതന്മാരിലേക്കും കൂടുതൽ പരിചയപ്പെടുത്താൻ, കൂടുതൽ അറിയാൻ അള്ളാഹു ഇത് കാരണമാക്കി തരട്ടെ. മഹാനായ ഷാലിയാത്തിയുടെ ദറജ അള്ളാഹു ധാരാളം ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും ഈ ശൃംഖലയിൽ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുമായി ചേർന്നു നിൽക്കുന്നവർ, മരിച്ചുപോയവർക്കും അള്ളാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗീയ ഉദ്യാനമാക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വിഷയം ചുരുക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.